ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനലിൽ യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ഷോർട്സിലൂടെ എങ്ങനെ വർദ്ധിപ്പിക്കാം, ഏത് ടൈമിലാണ് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യേണ്ടത്, എത്ര സെക്കൻഡുള്ള ഷോർട്സുകൾ അപ്ലോഡ് ചെയ്താൽ നമുക്ക് കൂടുതൽ വ്യൂസ് കിട്ടും എന്നൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ വന്നിട്ടുള്ള കുറേ ഡൗട്ട്സുകളാണ്. എങ്ങനെയാണ് ഷോർട്സ് ശരിയായ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്നത്, പിന്നെ ഞാൻ ഫണ്ണി കണ്ടന്റ് ആണ് ഷോർട്സിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഫണ്ണി ഡയലോഗ്സ് ഒക്കെ എങ്ങനെയാണ് കിട്ടുന്നത്, ഹാഷ്ടാഗ്സ് എങ്ങനെ ആഡ് ചെയ്യാം എന്നൊക്കെയുള്ള കുറേ ഡൗട്ട്സ് എൻ്റെ വീഡിയോസിന്റെ താഴെയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ കമന്റ്സ് വന്നതിന്റെ പേരിലാണ് ഞാൻ ഇങ്ങനെ ഷോർട്സ് എങ്ങനെ അപ്ലോഡ് ചെയ്യാന്നുള്ള വീഡിയോ ചെയ്യുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇത് പുതിയ യൂട്യൂബേഴ്സിന് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആണ്. ഞാനിതിൽ വലിയ പ്രൊഫഷണൽ ഒന്നും അല്ല. ഞാൻ എനിക്കറിയാവുന്ന രീതിയിൽ ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ എന്താണോ ഫോളോ ചെയ്തു പോകുന്നത് ആ സിമ്പിൾ ആയിട്ടുള്ള രീതിയാണ് ഞാൻ ഇതിലൂടെ പറയുന്നത്. ഈ വീഡിയോ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഷോർട്ട് വീഡിയോസ് രണ്ട് രീതിയിലാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഒന്ന്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പൊ തന്നെ നമ്മൾ റെക്കോർഡ് ചെയ്യുന്ന രീതി. ഇത് ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഉപയോഗിച്ച് ഷോർട്ട് വീഡിയോസ് ചെയ്യാം. ഈ രണ്ട് രീതിയാണ് ഉള്ളത്. ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് ഓൾറെഡി ഗാലറിയിൽ നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോസ് ഉപയോഗിച്ച് ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. നമ്മൾ ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഓൾറെഡി റെക്കോർഡ് ചെയ്ത് ഷോർട്ട് വീഡിയോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ചെയ്തു വെക്കേണ്ടതായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ബേസിക്കലി ഞാൻ ഫോളോ ചെയ്ത് പോകുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ ഫണ്ണി ടൈപ്പ് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്റെ തീം ബേസ് ചെയ്തിട്ടുള്ള കണ്ടന്റ് ഞാൻ ഷൂട്ട് ചെയ്ത് വെക്കും. ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ ഇപ്പൊ നമുക്ക് ആ ഓഡിയോ എല്ലാം സെറ്റ് ആയതിനു ശേഷം ഞാനിപ്പം വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ച് നടന്നോളണമെന്നില്ല. അതുകൊണ്ട് ടൈം കിട്ടുമ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെക്കും. ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം, നമ്മൾ നമ്മുടെ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെർട്ടിക്കലായിട്ടാണ് വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ഇങ്ങനെ വെച്ച് എനിക്ക് ആദ്യം പറ്റിയൊരു മിസ്റ്റേക്കാണ്. ഞാൻ ആദ്യം ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഫോൺ ഇങ്ങനെ വെച്ചിട്ടായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നാണ് ഞാൻ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് ആ മിസ്റ്റേക്ക് മനസ്സിലായത്. അപ്പം നിങ്ങൾ ഫോണ് ഇങ്ങനെ വെച്ചിട്ടേ ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇനി നമ്മൾ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അതിനനുസരിച്ചുള്ള ഓഡിയോ വേണം. ഓഡിയോ നമ്മൾ എപ്പോഴാണ് എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നമുക്ക് ഇഷ്ടപ്പെടുന്ന ഓഡിയോസ് നമ്മൾ സേവ് ചെയ്ത് വെക്കണം. ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ ചെയ്ത് വെക്കുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് യൂട്യൂബ് ആപ്ലിക്കേഷൻ എടുക്കുക. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഷോർട്സ് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതെങ്കിലും ഓഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രിവ്യൂ, സേവ്ഡ് എന്ന രണ്ട് ഓപ്ഷൻസ് കാണാൻ പറ്റും. ഈ പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ ഓഡിയോ കേൾക്കാം. സേവ്ഡ് ക്ലിക്ക് ചെയ്യുമ്പം നമ്മുടെ ഓഡിയോ സേവ് ആയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒറിജിനൽ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പേര് ഈ ഓഡിയോ യൂസ് ചെയ്ത് ഷോർട്സ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഈ ഐക്കൺ കണ്ടോ? ഈ ഐക്കണിൽ എത്ര പേര് ഈ ഓഡിയോ ഉപയോഗിച്ച് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ട്രെൻഡിങ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഷോർട്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം നോക്കിയിട്ട് കൂടുതൽ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുള്ള വീഡിയോസ് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഫണ്ണി ടൈപ്പ് കണ്ടന്റ് യൂസ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ഡയലോഗ്സ് ടൈപ്പാണ് എനിക്ക് ആവശ്യം. അതുകൊണ്ട് ഞാൻ ആ ടൈപ്പാണ് സേവ് ചെയ്ത് വെക്കാറ്. ഷോർട്ട് വീഡിയോ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ആദ്യം നമ്മൾ ഈ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ആഡ് സൗണ്ട് കൊടുക്കുക. അതിനകത്ത് നമുക്ക് ബ്രൗസ് സേവ്ഡ് എന്ന് പറഞ്ഞ രണ്ട് ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഈ ബ്രൗസിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഷോർട്ട് വീഡിയോസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ലാംഗ്വേജ് ചൂസ് ചെയ്തിട്ട് അതിനനുസരിച്ച് സൗണ്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം മലയാളം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഓഡിയോസ് എല്ലാം നമുക്കിതിൽ കാണാൻ പറ്റും. ഈ സേവ്ഡിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ സേവ് ചെയ്ത ഓഡിയോ ഇതിൽ വന്നിട്ടുണ്ട്. അപ്പം എനിക്ക് ആവശ്യമുള്ളൊരു ഓഡിയോ സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഇനിയിപ്പം ഗാലറിയിൽ ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് സെലക്ട് ചെയ്യാം. നമുക്ക് വേണ്ടുന്ന ഓഡിയോയ്ക്ക് അനുസരിച്ച് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഷൂട്ട് ചെയ്ത വീഡിയോയുടെ ഏത് ഭാഗം തൊട്ടാണ് നമുക്കിത് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഡ്രാഗ് ചെയ്ത് കൊണ്ടിരിക്കുക.
ഈ ഓഡിയോ ശരിക്കും 31 സെക്കൻഡുള്ള ഓഡിയോ ആണ്. ഞാനിപ്പം 15 സെക്കൻഡുള്ള ഓഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ സൗണ്ട് കണ്ടോ? ഈ സൗണ്ട് നമ്മുടെ വീഡിയോയുടെ ഒറിജിനൽ ഓഡിയോ കുറച്ച് വെക്കാം. നിങ്ങൾക്കിപ്പം ഒറിജിനൽ ഓഡിയോ ആണ് കൂടുതൽ കേൾക്കേണ്ടതെന്നുണ്ടെങ്കിൽ അത് കൂട്ടി വെച്ചിട്ട് നമ്മുടെ ഓഡിയോ കുറച്ച് വെക്കാം. ഇതിപ്പോ ഇത് ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഇത് കൊണ്ടുപോയി നമുക്ക് ഈ വീഡിയോയുടെ ഏത് ഭാഗത്താണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ ടൈം ലൈനിൽ ക്ലിക്ക് ചെയ്ത് ഏത് ഭാഗത്താണ് വെക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അത് സെലക്ട് ചെയ്ത് വെക്കാൻ പറ്റേ. ഇതാ ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്ന സമയത്ത് ഏത് ഭാഗത്താണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അത് വെക്കാം. ഒന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആണോ നോക്കാം. ഇവിടെ ഡണ്ണ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. പെൻസിൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് നല്ലൊരു തമ്പനെയിൽ സെലക്ട് ചെയ്ത് വെക്കാം. അതിന് ഫിൽറ്റർ കൊടുക്കുക. ഇതിൽ ടെക്സ്റ്റ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഇത് ശരിക്കും 2 കളർ കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ ശ്രദ്ധിക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ടൈറ്റിൽ കൊടുക്കാം. ടൈറ്റിൽ കൊടുത്തതിന് ശേഷം ഒരു 3 ഹാഷ്ടാഗ് ടൈറ്റിലിൽ കൊടുക്കുക. നമുക്കിവിടെ നോക്കുന്ന കോമൺ ആയിട്ട് ഷോർട്സിൽ യൂസ് ചെയ്യുന്ന ഷോർട്സ് എന്ന് പറയുന്ന ഒരു ടാഗ് ഉണ്ട്. ആ ഷോർട്സ് 7 crores ഒക്കെ ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. യൂട്യൂബ് ഷോർട്സ് എന്ന് പറയുന്നത് 2.3 crores ചാനൽസ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കണ്ടന്റിന് സ്യൂട്ടാവുന്ന ഹാഷ്ടാഗ്സ് യൂസ് ചെയ്യുക. ഈ ഷോർട്സ് യൂട്യൂബ് ഷോർട്സ് ഒക്കെ കോമൺ ആയിട്ട് ഷോർട്സിൽ യൂസ് ചെയ്യുന്നതാണ്. ഇനി ബാക്കി നമ്മൾ ചെയ്യുന്നത് YT സ്റ്റുഡിയോയിലാണേ. അപ്ലോഡ് ഷോർട്സ്. ഇപ്പം നമുക്ക് ടൈമില്ല, പിന്നെ ടൈം പോലെ ബാക്കി എഡിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ സേവ് ഡ്രാഫ്റ്റ് കൊടുത്താലും മതി. ഞാനിപ്പം അപ്ലോഡ് ഷോർട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തേക്കണേ. ബൈ.